ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും AKK ടോക്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിലേക്ക് ഇപ്പോൾ ISL അതിൻ്റെ ഗ്രൂപ്പ് മാച്ചൊക്കെ നടക്കാൻ കഴിയാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ISLൻ്റെ പെർഫോമൻസുകൾ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഇന്ത്യൻ ടീമിലേക്ക് ഇപ്പം കൺസിഡർ ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്കേഴ്സ് എന്ന് പറയുന്നത് ആരെയൊക്കെ ആയിരിക്കാം എന്നുള്ളതാണ്. ലീഗ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, ലീഗിന് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബട്ട് നമ്മുടെ ISLൻ്റെ പെർഫോമൻസ് വെച്ചിട്ട് നമുക്ക് ആരൊക്കെയാണ് കൺസിഡർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ലെജൻഡ് സുനിൽ ഛേത്രി ഇപ്പം ഒരു 40s എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഫോം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ ISL വളരെ താഴോട്ടാണ്. ഈവൻ നാഷണൽ ടീമിൽ പോലും ഒരു ഓപ്പൺ പ്ലേയിൽ നിന്ന് അദ്ദേഹത്തിന് ഗോളുകൾ സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല. നമുക്കിപ്പോൾ ഒരു ചേഞ്ചിൻ്റെ അത്യാവശ്യമായിട്ട് നമുക്ക് കുറേ സ്ട്രൈക്കേഴ്സിനെ ഇന്ത്യൻ ടീമിന് ആവശ്യമാണ്. അതിലേക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന പ്ലെയേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് ഒരു ടോപ്പ് 5 പ്ലെയേഴ്സ് ടു ബി കൺസിഡേർഡ് ആസ് ഫോർ ദ നാഷണൽ ടീം എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. നമ്പർ 5 ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഇർഫാൻ യാദ്വാദിനെയാണ്. ഇർഫാൻ യാദ്വാദ് ഒരു 22 വയസ്സായിട്ടുള്ള യങ് പ്ലെയറാണ്, ചെന്നൈൻ്റെ പ്ലെയറാണ്. ബട്ട് ഈവൻ ലീഗ് 2 നിന്നാണ് ചെന്നൈ സൈൻ ചെയ്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് ഇത് ഞാൻ കൺസിഡർ ചെയ്യാനുള്ള മെയിൻ കാര്യത്തിൽ സെക്കൻഡ് ഹാഫ് ഓഫ് ഈ സീസണിലെ സെക്കൻഡ് ഹാഫിൽ വളരെ നല്ലൊരു ഇമ്പാക്ട് സബിനെ പോലെ യൂസ് ചെയ്യപ്പെട്ടിരിക്കുന്ന സ്ട്രൈക്കറാണ് ഇർഫാൻ യാദവ്. അദ്ദേഹം 16 മാച്ചസ് കളിച്ചതിൽ 1 ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല നല്ല ഫിസിക്കുള്ളൊരു പ്ലെയറാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നല്ല സപ്പോർട്ടിങ് റോൾസിലും സെക്കൻഡ് സ്ട്രൈക്കർ റോളിൽ തന്നെ നന്നായിട്ട് കളിപ്പിക്കാൻ പറ്റും. യങ് ആണ് എന്നുള്ളതും കൂടെയാണ് ഇതിനെ ഞാൻ കൺസിഡർ ചെയ്യാനുള്ള മെയിൻ കാര്യം. നമ്പർ 5 ഇസ് ഇർഫാൻ യാദ്വാദ്. നമ്പർ 4 വരുന്നത് ഒബ്വിയസ്ലി ചെന്നൈൻ്റെ മറ്റൊരു പേരാണ് റഹീം അലി. ഈ പേര് കേൾക്കുമ്പോൾ ഒരുപാട് പേര് ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഭയങ്കരമായിട്ട് ട്രോൾ ചെയ്യപ്പെട്ടിട്ടുള്ളൊരു പ്ലെയറാണ് റഹീം അലി, അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കാരണം. പക്ഷേ നമ്മുടെ കോച്ച് ഈഗോർ സ്റ്റിമാക്കിൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ്സ് ആണ്. പക്ഷേ കഴിഞ്ഞ ഒരു 3-4 സീസണായിട്ട് അദ്ദേഹം വളരെ ഓഫ് കളേർഡാണ്. നാഷണൽ ടീമിലാണെങ്കിൽ പോലും വലിയൊരു ഇമ്പാക്റ്റ് സൃഷ്ടിച്ചതായിട്ട് കണ്ടിട്ടില്ല. ഈവൻ ISL ആണെങ്കിലും ചെന്നൈയിന് വേണ്ടി അവിടെ ഇവിടെയൊക്കെ ഒരു പെർഫോമൻസ് ഉണ്ടെങ്കിലും ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഇത്തവണ സെക്കൻഡ് ഹാഫ് ഓഫ് ISL പ്രത്യേകിച്ച് വരുന്ന സമയത്ത് കുറേ കൂടെ നല്ല എൻഗേജ്മെൻറ്റ്സ് ആണ് റഹീം അലി നടത്തുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. 16 മാച്ചസിൽ നിന്ന് 3 ഗോൾസും 2 അസിസ്റ്റുമാണ് ഇപ്പോൾ റെക്കോർഡ്. ഈവൻ ലാസ്റ്റ് മാച്ചിൽ പോലും ഒരു ഗോൾ സ്കോർ ചെയ്തിരുന്നു. വളരെ നല്ല ഫിസിക്കുള്ളൊരു പ്ലെയറും കൂടിയാണ്. നാഷണൽ ടീമിൽ അത്യാവശ്യം എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പം ഫോമിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണിക്കുന്നു. അത് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ തന്നെയാണ്. നമ്പർ 3 മൻവീർ സിംഗ് ആണ്. മൻവീർ സിംഗ് ഒരു ISL ഒരിക്കലും ഒരു സ്ട്രൈക്കറായിട്ട് കളിക്കുന്നില്ല, ഒരു വിങ്ങറായിട്ടാണ് കളിക്കുന്നത്. പക്ഷേ നാഷണൽ ടീമിൽ അദ്ദേഹം ഒരു സ്ട്രൈക്കറായിട്ട് അദ്ദേഹം നമ്മൾ ഈഗോർ സ്റ്റിമാക്ക് കൺസിഡർ ചെയ്തിട്ടുണ്ട് കോച്ച്. പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് പുള്ളി ഒരു വിങ്ങറായിട്ട് കളിക്കുന്നതാണ് നല്ലതെന്നാണ് തോന്നിയിട്ടുള്ളത്. എന്നാലും നമുക്ക് കൺസിഡർ ചെയ്യാവുന്നൊരു പ്ലെയറാണ്. 19 മാച്ച് കളിച്ചതിൽ 3 ഗോൾസ് ആൻഡ് 7 അസിസ്റ്റ് ഉണ്ട്. അതൊരു നല്ല സ്റ്റാറ്റാണ്. പക്ഷേ കൂടുതൽ അദ്ദേഹത്തിൻ്റെ ഗെയിം ടൈം വരുന്നത് വിങ്സിലായ കാരണം സ്ട്രൈക്കറായിട്ട് നാഷണൽ ടീമിൽ ഇതുവരെ ഒരു ഇമ്പാക്റ്റ് സൃഷ്ടിച്ചിട്ടില്ല. ഇനിയും കൺസിഡർ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ നമ്പർ 2 വരുന്നത് പ്രദീപ് ഗോഗോയാണ്. ഒരു 21 ഇയർ ഓൾഡ് യങ് സെൻസേഷനാണ്. നോർത്ത് ഈസ്റ്റിൻ്റെ ഒരു വൺ ഓഫ് ദ മെയിൻ പ്ലെയേഴ്സാണ്. 17 മാച്ചസിൽ നിന്ന് 5 ഗോൾസ് ആൻഡ് 4 അസിസ്റ്റ്, അതായത് 9 ഗോൾ കോൺട്രിബ്യൂഷൻസ്. 21 വയസ്സ് എന്ന് പറയുമ്പം വളരെ എക്സെപ്ഷണൽ സ്റ്റാറ്റാണ്. എന്ന് മാത്രമല്ല അദ്ദേഹം ആദ്യത്തെ കളിയിലൊക്കെ വിങ്ങറായിട്ടാണ് കളിച്ചിരുന്നെങ്കിൽ ഇപ്പം സെക്കൻഡ് ഫേസിലൊരു സ്ട്രൈക്കറായിട്ട് തന്നെയാണ് കളിക്കുന്നത്. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ് ഇന്ത്യൻ നാഷണൽ ടീമിനെ സംബന്ധിച്ച്. ഹീ ഈസ് പ്ലേയിങ് ഇൻ ദാറ്റ് പൊസിഷൻ, നമ്പർ 9 പൊസിഷനിൽ കൃത്യമായി കളിച്ച് വരുന്ന ഒരു പ്ലെയറാണ്. കുറച്ചുകൂടെ ഫിസിക്ക് ഇമ്പ്രൂവ് ആയി കഴിഞ്ഞാൽ നല്ലൊരു ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആൻഡ് നമ്പർ 1 ഒബ്വിയസ്ലി അത് വിക്രം പ്രതാപ് സിംഗ്. 20 മാച്ചസ്, അതിൽ 7 ഗോൾസ് ആൻഡ് 3 അസിസ്റ്റ് ആൾക്കുണ്ട്. പുള്ളിയും വിങ്ങറായിട്ടാണ് കൂടുതലും കളിക്കുന്നത്. പക്ഷേ ഒരു പ്രോപ്പർ നമ്പർ 9 ഒരു ഓറിയൻറ്റേഷനുള്ള പ്ലെയറാണ്, അങ്ങനെ കളിക്കാൻ സാധിക്കുന്ന പ്ലെയറാണ്. ലാസ്റ്റ് നമ്മുടെ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൽ അദ്ദേഹത്തെ യൂസ് ചെയ്തിരുന്നു. പക്ഷേ അതൊരു പ്രോപ്പർ സെറ്റപ്പിലായില്ല, ടീം സെലക്ഷനിൽ പ്രോപ്പർ സെറ്റപ്പ് ആയിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഇനിയാണെങ്കിലും വളരെ ഇതായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് വിക്രം പ്രതാപ് സിംഗ്. അദ്ദേഹത്തിന് ഈവൻ ഏഷ്യൻ FC ചാമ്പ്യൻസ് ലീഗൊക്കെ കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസുകളുണ്ട് ഇപ്പോൾ. ഹീസ് മെൻ ഫോർ ടഫ് മാച്ചസ്. നമുക്ക് ഉറപ്പായിട്ടും യൂസ് ചെയ്യാം. ഈ 5 പ്ലെയേഴ്സാണ് എൻ്റെ ഒരു നോട്ടത്തിൽ നമ്മുടെ നാഷണൽ ടീമിലേക്ക് അടുത്ത സെറ്റിൽ തന്നെ യൂസ് ചെയ്യാനും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന
സ്ട്രൈക്കർ പൊസിഷനിൽ കളിക്കാൻ പറ്റുന്ന പൊട്ടൻഷ്യലുള്ള പ്ലെയേഴ്സ്. സോ ദാറ്റ്സ് ഇറ്റ്, ആൻഡ് ദിസ് ഇസ് അന്തകൃഷ്ണൻ സൈനിങ് ഓഫ്.